ഇപ്പോൾ തൗഫീഖ് അസ്ലം കൂടി ചേരുന്നുണ്ട്. തൗഫീഖ്, ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ. സ്വാഭാവികമായും ഇറാനിലും ഇസ്രായേലും ഒക്കെ ഇന്ത്യക്കാരുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. എന്തൊക്കെ മുന്നറിയിപ്പുകൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നു? അജിൽസി, ഇസ്രായേലിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും അവിടെയുള്ള പൗരന്മാർ കർശനമായി പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മേഖലയിലെ നിലവിലെ സാഹചര്യം എംബസി വിലയിരുത്തുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാത് സമയത്ത് പൗരന്മാർക്ക് നൽകും എന്നുകൂടി ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ അധികൃതരുമായും ഇന്ത്യൻ എംബസിയുമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പൗരന്മാർ എത്രയും വേഗം ബന്ധപ്പെടണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന കാര്യം കൂടി ഇപ്പോൾ പൗരന്മാരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ്, നൽകുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നിലവിൽ ഇന്ത്യൻ എംബസി പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എത്രയും വേഗം എംബസിയുമായി ബന്ധപ്പെടണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്.